ബേക്ക് വിത്ത് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 5ാമത്തെ കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു സെഗ്മെന്റിലെ ആദ്യത്തെ 4 കേക്ക് റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി മുട്ട ചേർത്തിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഓവനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 200 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മോഡ് കൺവെക്ഷൻ മോഡിലാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി കൺവെക്ഷൻ മോഡിലാണ്. പിന്നെ അതുപോലെ കോയിൽ സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. അത് ഞാൻ താഴെയും മേലെയും ഉള്ള കോയിലാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ടൈമർ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറഞ്ഞത് 250 ml ആണ്. അപ്പോൾ അങ്ങനെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് മൈദ. പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ മുട്ട, വലിയ മുട്ട എടുക്കുക. 2 വലിയ മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കൂടുതൽ മുട്ട ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം മുട്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും തണുപ്പ് പാടില്ല. അതുപോലെ തന്നെയാണ് ബട്ടറും. അൺസോൾട്ടഡ് ബട്ടർ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ. 100 ഗ്രാമോളം വരും 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ. ബട്ടറും ഒട്ടും തന്നെ തണുപ്പ് പാടില്ല. നല്ല സോഫ്റ്റ് ബട്ടർ ആയിരിക്കണം, നിർബന്ധമാണ്. പിന്നെ ഇതിലേക്ക് പാല് 1/2 കപ്പോളം ആവശ്യമുണ്ട്. അതും ഇതുപോലെ തന്നെ തണുപ്പ് ഒട്ടും പാടില്ല, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പിന്നെ ബേക്കിംഗ് പൗഡർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആവശ്യമുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യരുത്. അതും എല്ലാ റെസിപ്പിയിലും ശ്രദ്ധിക്കുക, കേക്ക് റെസിപ്പിയിൽ പ്രത്യേകിച്ച്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് ബട്ടർ കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അല്പം മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുത്ത ശേഷം ആ മൈദപ്പൊടി തട്ടിക്കളയും വേണം. ഈ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് റെഡിയായ ശേഷം ആ കേക്ക് പുറത്തേക്ക് എടുക്കാൻ വളരെ സിമ്പിളായി കിട്ടും നമ്മൾക്ക്. അപ്പോൾ അതിനാണ് ഈ മൈദപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ടിന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പൊടികളെല്ലാം ഒരു അരിപ്പയിലൂടെ ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയും ഉപ്പും അതുപോലെ ബേക്കിംഗ് പൗഡറും കൂടിയാണ് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത്. പിന്നെ ഈ മൈദപ്പൊടി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ കേക്കൊക്കെ റെഡിയാക്കുമ്പോൾ ഒരിക്കലും ലൂസായിട്ടുള്ള മൈദപ്പൊടി യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് മൈദപ്പൊടി യൂസ് ചെയ്യുക. അപ്പോൾ പൊടികളെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതുപോലെ വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും തന്നെ തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ബട്ടർ കൊണ്ടുള്ള കേക്ക് റെസിപ്പീസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അത് ടേസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതായത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഒട്ടും തണുപ്പ് പാടില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ ബട്ടറും മുട്ടയും കൂടി ചേർക്കുമ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ റെസിപ്പിയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ബട്ടർ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. കുറേ നേരം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ പൊടിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പൊടിക്കുന്ന ആ ഒരു ബ്ലെൻഡറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്മെല്ലുണ്ടാവും പൊടിച്ചാൽ കേക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടിക്കാഞ്ഞത്. പൊടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരുപാട് ടൈം എടുക്കും ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടാൻ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ഈ ബട്ടറുമായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഇത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്, ഒരു മീഡിയം സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക.
പിന്നെ അതുപോലെ ഞാൻ മുട്ട ചേർക്കാത്ത ബട്ടർ ചേർക്കാത്ത ഒരു എഗ്ഗ്ലെസ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആ ഒരു സ്പോഞ്ച് കേക്ക് നമുക്ക് ഇതുപോലെ പല കേക്കിനും ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കേക്ക് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പം ഈ ബട്ടർ ചേർത്തിട്ടുള്ള മുട്ട ചേർത്തിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് ടേസ്റ്റി ആയിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പല കേക്കുകളിലും ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ബട്ടറും പഞ്ചസാരയും ഇപ്പം നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് സ്മൂത്തനായിട്ട് കിട്ടില്ല, കാരണം പഞ്ചസാര പൊടിച്ചിട്ടല്ല ചേർത്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് കേക്കിൻ്റെ ബാറ്ററിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ഓരോ മുട്ട ആയിട്ട് വേണം ചേർക്കാൻ, 2 മുട്ടയും കൂടി ഒരുമിച്ച് ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു മുട്ട ചേർത്തിട്ട് ഒരു 5 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ബട്ടറും മുട്ടയും കൂടിയുള്ള ഏതൊരു കേക്ക് റെസിപ്പിയിലായാലും നിങ്ങൾ ഇത് രണ്ടും കൂടി ഒരുപാട് നേരം വെച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഒരുമിച്ച് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബാറ്റർ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ ബട്ടറും മുട്ടയും റൂം ടെമ്പറേച്ചറിലല്ലെങ്കിൽ, അതായത് മുട്ട ചെറുതായിട്ടൊരു തണുപ്പുണ്ടെങ്കിൽ തന്നെ ബാറ്റർ പിരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാലിൻ്റെ കേസും അത് തന്നെയാണ്. പാലിപ്പോൾ നമ്മൾ ചേർക്കുന്നത് ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ ഈ ബാറ്ററി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. പൊടികൾ ചേർക്കുമ്പോൾ ബീറ്റ് ചെയ്യരുത്. മുട്ട ചേർത്തിട്ടുള്ള റെസിപ്പിയിൽ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്, ബീറ്റർ യൂസ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ കേക്കിൻ്റെ ബേസിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ട ചേർത്തിട്ടുള്ള കേക്ക് റെസിപ്പീസ് ആണെങ്കിൽ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യരുത് ഫ്ലോർ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വെച്ചിട്ട് ഫോൾഡ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ ഈ ഒരു സ്പോഞ്ച് കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൻ യൂസ് ചെയ്യാതെ ബേക്ക് ചെയ്തെടുക്കാം. പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പിട്ടുണ്ടായിരുന്നു, ആ ഒരു റെസിപ്പി ഒന്ന് നോക്കാം, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണ്. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ആദ്യം 200 ഡിഗ്രിയിൽ, ടെമ്പറേച്ചർ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞാൽ 160 ഡിഗ്രിക്ക് തന്നെ ഞാൻ ടെമ്പറേച്ചർ കുറച്ചിട്ട് 35 മുതൽ 40 മിനിറ്റ് വരെ വേറെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാം. 160, നമ്മൾ സാധാ OTG ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ട്. 160 നമ്മൾക്കൊരു 35 മിനിറ്റ് വരെ വെക്കാം. ആ 35 മിനിറ്റിനകത്ത് ചിലപ്പോൾ കേക്ക് റെഡിയാവും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കൂട്ടി വെക്കാം. നമ്മൾ സ്ക്യൂവർ കൊണ്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് റെഡി ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ 40 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കേക്കിൻ്റെ പാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് സ്ക്യൂവർ കൊണ്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സ്ക്യൂവറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അത് നല്ല ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് റെഡി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അഥവാ ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൂടി വെക്കുക. അത് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ട് പിന്നെ ബേക്ക് ചെയ്തെടുക്കാൻ നോക്കരുത്. ഇപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്കിൻ്റെ ടിന്നിൽ നിന്ന് ഈ കേക്ക് പുറത്തെടുക്കാം. എന്നിട്ട് ഒരു വയർ റാക്കിൻ്റെ മുകളിൽ കൂളാവാൻ വേണ്ടിയിട്ട് വെക്കണം.
അപ്പോൾ നമ്മളുടെ സ്പോഞ്ച് കേക്ക് ഇപ്പോൾ നന്നായിട്ട് കൂളായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം, കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സ്പോഞ്ച് കേക്ക് നമ്മൾ ടീ കേക്ക് ആയിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വേറൊരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുവാണ്. നമ്മളിപ്പോൾ ഇത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗം ഇത്രയൊന്നും പൊങ്ങില്ല, ഇത്ര ഗോൾഡൻ കളർ ആവില്ല കേട്ടോ, ബ്രൗണിഷ് ആവില്ല. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുകളിൽ കുറച്ചൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്, നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലിപ്പോൾ നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബട്ടർ ചേർത്ത കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്, തണുത്ത് കഴിഞ്ഞാലും നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത കേക്ക് വളരെ ഹാർഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് വെച്ചിട്ട് വേറൊരു കേക്ക് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.